വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ ഗോതമ്പ് പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അടയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്. 250 ml കപ്പിൽ 1.5 കപ്പാണ് എടുത്തേക്കുന്നത്. ഒരു 3/4 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിന് നമുക്ക് ശർക്കര വേണം, ആവശ്യത്തിന് വെള്ളം വേണം. ഇനി നമുക്ക് ശർക്കരയും തേങ്ങയും ഒന്ന് ചേർത്തൊന്ന് കുഴച്ചെടുക്കണം. ഒരു പാത്രത്തിലേക്ക് തേങ്ങ ഇടാം. നമുക്ക് ഇതിലേക്ക് നമുക്ക് ശർക്കരയും ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ നല്ലോണം ഞെരടി ഈ തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് ശർക്കരയിലേക്ക് പിടിക്കണം. നമുക്കിതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു പിഞ്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് മതി. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർക്കാം. ഇത് നന്നായി കുഴച്ചെടുക്കണം. ഇത് കുഴയ്ക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് കുഴയ്ക്കാം, അല്ലെങ്കിൽ വെള്ളം ചേർത്താലും മതി. ഞാൻ സാധാരണ പച്ചവെള്ളമാണ് എടുത്തേക്കുന്നത്. നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇത് കുഴച്ച് കഴിഞ്ഞിട്ട് ഒന്ന് തൊട്ട് നോക്കണം മധുരം ഉണ്ടോയെന്ന്. മധുരം ഇല്ലെങ്കിൽ കുറച്ചും കൂടി ശർക്കര നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നല്ലവണ്ണം കുഴച്ചിട്ടുണ്ട്. ഇതുപോലെ കുഴച്ചെടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമ്മുടെ മാവ് കുഴച്ച് വെച്ചിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിത് ഇലയിലൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇത് വേവിക്കാനായിട്ട് ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോഴത്തേക്കും നമുക്കിത് പരത്തിയെടുക്കാം. ഞാനിത് കൊക്കോയുടെ ഇലയിലാണ് എടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് വാഴയിലയിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. ഈ മാവ് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇച്ചിരി വെള്ളത്തിൽ കൈയൊന്ന് നനച്ചെടുക്കുക. എന്നിട്ട് കുറച്ചെടുത്ത് ഇലയിലേക്ക് വെക്കാം. നമുക്കിപ്പോൾ ഇത് വേറൊരു പ്ലേറ്റിലേക്ക് വെക്കാം. എന്നിട്ട് എല്ലാം ഇതുപോലെ ഒന്ന് എടുത്തിട്ട് നമുക്ക് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇഡ്ഡലി പാത്രത്തിലേക്ക് ഈ അട വെച്ച് കൊടുക്കാം. നമുക്ക് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മളിത് വേവിക്കാൻ വെച്ചിട്ട് 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം.
വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇലയിൽ നിന്ന് ഇങ്ങനെ വിട്ട് പോരുന്നുണ്ട്. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് എല്ലാം എടുത്തിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റട്ടെ. അപ്പോൾ ഇതിന് ഞാനവിടെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത്. അപ്പോൾ ഇതെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. താങ്ക്